2026 മെയ് മാസത്തിലെ കണക്കനുസരിച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം നിർണായകമായ ഘട്ടത്തിലാണ്. താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലും മറ്റു തന്ത്രപ്രധാന മേഖലയിലും ഏറ്റുമുട്ടലുകൾ തുടരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ 2 ഇറാനിയൻ എണ്ണക്കപ്പലുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ച് തകർത്തതായി റിപ്പോർട്ട്. ഇറാനിയൻ സേനയുമായുള്ള വെടിവെപ്പിന് പിന്നാലെയായിരുന്നു അമേരിക്കയുടെ സൈനിക നീക്കം. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വ്യാഴാഴ്ച വീണ്ടും ആക്രമണം നടത്തി. ഇറാൻ തങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇതെന്ന് US വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് ചൈനയുടെ മധ്യസ്ഥതയിൽ ബെയ്ജിങ്ങിൽ നിർണായക നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇറാൻ്റെ ആണവ ഉൽപ്പാദന കേന്ദ്രങ്ങളും നാവിക വ്യോമ സേനകളും ഏതാണ്ട് തകർന്നു കഴിഞ്ഞുവെന്നും സൈനിക നടപടി ഉടൻ ലക്ഷ്യത്തിലെത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കൻ ആക്രമണങ്ങൾ തങ്ങളുടെ സൈനിക ശേഷിയെ ബാധിച്ചിട്ടില്ലെന്നും കരയുദ്ധത്തിന് വന്നാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി.